Hello children, welcome to Hindi class. 7th സ്റ്റാൻഡേർഡിലെ കേരള സിലബസ് ആദ്യത്തെ ചാപ്റ്ററാണ് ഖുദ് സേ പ്യാർ. ഈ കവിത നമുക്ക് പരിചയപ്പെടാം. ഇക്കായ് ഏക് പ്യാർ. ആദ്യത്തേത് ഒരു കവിതയാണ് ഖുദ് സേ പ്യാർ. കവിത എഴുതിയത് ശോഭനാഥ് യാദവാണ്. കവിതയിൽ സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കവി വിവരിക്കുന്നത്. കവിയെക്കുറിച്ച് അറിയണ്ടേ? ശോഭനാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. ശോഭനാഥ് യാദവ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. വേ ലേഖക അവർ സമ്പാദക് ഹെ. അദ്ദേഹം ലേഖകനും എഡിറ്ററുമായിരുന്നു. ദർഖത്തോ മേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരകഗാഥ ആദി ഉൻകി രചനായേ. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് ദർഖത്തോ മേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരകഗാഥ. കവിത പരിചയപ്പെടാം. ഖുദ് സേ പ്യാർ. ഖുദ് എന്ന് വെച്ചാൽ സ്വയം, നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നാണ് കവി ഈ കവിതയിൽ കൂടി പറയുന്നത്. നമുക്ക് നോക്കാം. സൂരജ് അപ്നെ ആഗ് സേ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. സൂരജ് സൂര്യൻ, ആഗ് അഗ്നി, പ്യാർ സ്നേഹം, ദുനിയ ലോകം. സൂര്യൻ അതിൻ്റെ ഊർജത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന് ഊർജം നൽകാൻ സൂര്യന് സാധിക്കുന്നത്. ഈ വരികളുടെ ഭാവാർത്ഥം എങ്ങനെ എഴുതാം? സൂരജ് അപ്നെ ഊർജ സെ ഇതനാ പ്യാർ കർത്തെ ഹെ കി വഹ് ദുനിയാ കോ അപ്നെ ഊർജ പ്രദാൻ കർ സക്തേ ഹെ. ദർഖത്ത് അപ്നെ ഫൂലോം സെ ഇതനാ പ്യാർ കരേ കി വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോ ഭി. ദർഖത്ത് എന്ന് വെച്ചാൽ പേഡ്, ഫൂൽ ഫ്ലവർ, ദുനിയ ലോക്, ജഗ് ജഗത്ത് എന്നും പറയാം. വൃക്ഷങ്ങൾ തൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാവർക്കും പൂക്കളെ നൽകാൻ വൃക്ഷത്തിന് സാധിക്കുന്നത്. പേഡ് അപ്നെ ഫൂലോം സെ ഇത്നാ പ്യാർ കർത്തെ ഹെ കി വഹ് ദുനിയാ കോ ഭി ഫൂൽ ദേ സക്തേ ഹെ. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. ബാദൽ മേഘ്, ജൽ പാനി. മഴ നൽകുന്നത് ആരാണ്? ബാദൽ, മേഘമാണല്ലേ. ബാദൽ തൻ്റെ വെള്ളത്തെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ ദാഹം തീർക്കാൻ ബാദലിന് സാധിക്കുന്നത്. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കർത്തെ ഹെ കി വഹ് ദുനിയാ കോ ജൽ പ്രദാൻ കർത്തെ ഹെ. വഹ് ദുനിയാ की प्यास बुझाता है. मैं खुद से इतना प्यार करूं कि दे सकूं प्यार दुनिया को भी. सूरज अपने ऊर्जा से प्यार करता है. पेड़ अपने फल से प्यार करता है. ബാദൽ അപ്നെ ജൽ സേ പ്യാർ കർത്താ ഹെ. സൂര്യൻ തൻ്റെ ഊർജത്തെ സ്നേഹിക്കുന്നു. വൃക്ഷം തൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു. ബാദൽ തൻ്റെ ജലത്തെ സ്നേഹിക്കുന്നു. ഇതുപോലെ നമ്മളെ തന്നെ സ്നേഹിക്കണം. എന്നാൽ നമുക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയും എന്നാണ് ഈ കവിതയിൽ കൂടി കവി വ്യക്തമാക്കുന്നത്. मैं खुद इतना प्यार करूंगी इस दुनिया को भी प्यार दे सकूं. നമ്മൾ സ്വയം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. എന്നാൽ നമുക്ക് ഈ ലോകത്തെ തന്നെ സ്നേഹിക്കാൻ കഴിയും. സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുട്ടികളെ? ഇനി നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിക്കൂ. ഈ ലോകത്തെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങും. താങ്ക് യു.